നമസ്കാരം. ഹോണസ്റ്റി അക്കാഡമിയുടെ ടഫസ്റ്റ് അരിത്തമെറ്റിക്സ് സൊല്യൂഷൻ ഇൻ സെക്കൻഡ്സ് എന്ന ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത് RRB SSC ബാങ്ക് ഒപ്പം PSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ തുടങ്ങിയവയിലൊക്കെ ചോദിക്കുന്ന അല്പം ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളെ എങ്ങനെ പരിശീലിക്കാം എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം ബാങ്കിൻ്റെയൊക്കെ പല പരിശീലന സ്ഥാപനങ്ങളിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവയ്ക്കൊന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറിനൊന്നും തന്നെ ഒരു ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡുകൾ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിലൊന്നും നമുക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അതിൻ്റെ ഒരു സാമ്പിളായിട്ട് നമ്മളിന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന പോർഷനിലെ ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ RRB NTPCയുടെ മുമ്പുള്ള ഒരു ക്വസ്റ്റ്യന് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൽ നിങ്ങൾ ഒത്തിരി വട്ടം കണ്ടു കാണും, PSCക്കും അസിസ്റ്റൻ്റ് ഗൈഡിനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും. അതേപോലെ തന്നെ ബാങ്കിനും റെയിൽവേക്കും SSCക്കും റിപ്പീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. A reduction of 5% in the price of a rice enables a person to buy half kilograms more for Rs 190. Find the original price per kilogram and also the reduced price. അതായത് ഒരാൾ സ്ഥിരമായിട്ട് 190 രൂപയ്ക്ക് അരി വാങ്ങിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സമയത്ത് ഒരു സീസണിൽ 5% അരിയുടെ വില പെർ കിലോഗ്രാമിന് കുറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ള ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം 190 രൂപയ്ക്ക് മുമ്പ് വാങ്ങിച്ചിരുന്നതിനെക്കാട്ടിലും ഒരു 1/2 കിലോഗ്രാം അരി ഈ വില കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ഈ 190 രൂപയ്ക്ക് കിട്ടി. എങ്കിൽ അതിൻ്റെ ഒറിജിനൽ പ്രൈസ് എത്രയാണ്, റെഡ്യൂസ്ഡ് പ്രൈസ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അത്രയൊന്നും നമുക്ക് ആ ടൈം എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആ ഇക്വേഷനെല്ലാം സോൾവ് ചെയ്ത് ഒരു സിമ്പിൾ ഇക്വേഷനിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമുക്കൊന്ന് പോകാം. അതായത് റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് ഇത്രയും മതി. അതായത് XZ ഡിവൈഡ് ബൈ 100Y Rs പെർ കിലോഗ്രാം ആണ് റെഡ്യൂസ്ഡ് പ്രൈസ്. അതിൻ്റെ ഇക്വേഷൻ അതാണ്. അതിൽ X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് പെർസെൻറ്റേജ്, Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയ്ക്കാണോ സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, Y എന്ന് പറഞ്ഞാൽ എത്ര വില കുറഞ്ഞതുകൊണ്ട് എത്ര കിലോഗ്രാം അധികം കിട്ടി. ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് XZ ഡിവൈഡ് ബൈ 100Y Rs പെർ കിലോഗ്രാം ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഒറിജിനൽ പ്രൈസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് XZ ഡിവൈഡഡ് ബൈ 100 മൈനസ് X ഇൻറ്റു Y എന്നുള്ളത്. 100 മൈനസ് X ഇൻറ്റു Y എന്നുള്ളത്. ഇതിനകത്ത് ഒന്നുകൂടെ പറയാം നമുക്ക്. പ്രൈസ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് എത്ര പ്രൈസ് റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നത് X% ആണ്. കൂടുതൽ ലഭിച്ചത് Y കിലോഗ്രാമാണ്. എപ്പോഴും അയാൾ ഫിക്സഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് Z ആണെങ്കിൽ 2 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ റെഡ്യൂസ്ഡ് പ്രൈസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് XZ ഡിവൈഡഡ് ബൈ 100Y ആണ്. XZ ഡിവൈഡഡ് ബൈ 100Y ആണ്. രണ്ടാമത്തെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് XZ ഡിവൈഡഡ് ബൈ എന്ത് സിമ്പിളാണ് 100 മൈനസ് X ഇൻറ്റു Y ആണ്. 100 മൈനസ് X ഇൻറ്റു Y ആണ്. അപ്പോൾ ആദ്യം നമുക്ക് റെഡ്യൂസ്ഡ് പ്രൈസ് ഒന്ന് കണ്ടുപിടിക്കാം. റെഡ്യൂസ്ഡ് പ്രൈസിൻ്റെ നമുക്കറിയാം
തന്നിരിക്കുന്നു എക്സ് സമം 5%, ഇസഡ് സമം 190 റുപ്പി, വൈ സമം ഹാഫ്. ഇനി ഇക്വേഷൻ നമ്മൾ പറഞ്ഞു ഏതാണ് റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കാനായിട്ട് എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ 100y. നമുക്ക് ആൻസർ എത്രയാണെന്ന് നോക്കാം. 5 × 190 ഡിവൈഡഡ് ബൈ 100 × ഹാഫ്. അതിന് പകരം നമ്മൾ എത്ര ഇട്ടിരിക്കുന്നു? 0.5. അതായത് 19 രൂപയാണ് ഇപ്പോഴത്തെ വില. അതായത് വില കുറഞ്ഞതിന് ശേഷമുള്ള വില എന്ന് പറയുന്നത് 19 രൂപ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതും കൂടെ നോക്കാം. അടുത്തത് എന്താണ്? നമ്മൾ പറഞ്ഞു ഒറിജിനൽ പ്രൈസ് പെർ കിലോ. നേരത്തെ ഒറിജിനലായിട്ട് എത്രയായിരുന്നു പ്രൈസ് എന്നുള്ളത് പെർ കിലോഗ്രാം നമ്മൾ പറഞ്ഞിരുന്നു എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ഇൻറ്റു വൈ എന്നുള്ളതാണ്. അപ്പോൾ അതായത് എക്സ് ഇസഡ് ഡിവൈഡഡ് ബൈ 100 മൈനസ് എക്സ് ഇൻറ്റു വൈ. ഒറിജിനൽ പ്രൈസ് റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കാൻ എക്സ് ഇസഡ് ഡിവൈഡ് ബൈ 100y, ഒറിജിനൽ പ്രൈസ് കണ്ടുപിടിക്കാൻ എക്സ് ഇസഡ് ഡിവൈഡ് ബൈ 100 മൈനസ് എക്സ് ഇൻറ്റു വൈ എന്നാണ്. ഓക്കെ, എന്ത് സിമ്പിളാണ്. അതിനകത്ത് ഒറ്റ വ്യത്യാസമുള്ളൂ. 100y ആണ് ആദ്യത്തേൽ, 100y ആണെങ്കിൽ രണ്ടാമത്തതിനകത്ത് 100 മൈനസ് എക്സ് ഇൻറ്റു വൈ. എത്ര പെട്ടെന്ന് ഇതിനൊക്കെ നമുക്ക് എത്രയാണ്? ഒരു 30 സെക്കൻഡ് മതി ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓക്കെ, അന്നേരം നമുക്ക് അതിനകത്തേക്ക് നോക്കാം. അതായത് ഇങ്ങനെ വരും 5 × 190 ദ ഹോൾ ഡിവൈഡഡ് ബൈ 100 മൈനസ് 5 × ഹാഫിന് പകരം നമ്മൾ എന്തിട്ടു? 0.5 എന്നിട്ടു. 0.5 എന്നിട്ടു. അപ്പോൾ നമ്മുടെ അതായത് 5 × 5 എന്ന് പറയുന്നത് എക്സ്, 190 എന്ന് പറയുന്നത് ഇസഡ്, ദ ഡിവൈഡഡ് ബൈ 100 മൈനസ് 5. എക്സ് എന്ന് പറയുന്നത് 5 ആണ്. 100 മൈനസ് 5 എന്ന് പറയുന്നത് 95 ഇൻറ്റു ഹാഫിന് പകരം നമ്മൾ എത്ര ഇട്ടു? 0.5 ഇട്ടു. അപ്പോൾ നമുക്കിനിയും ആൻസർ നോക്കാം. ആൻസർ എത്രയാണ്? 20 രൂപയാണ്. അതായത് ആദ്യം ഉണ്ടായിരുന്ന വില 20 കുറഞ്ഞപ്പോഴുള്ള വില 19. അതായത് 1 രൂപയുടെ കുറവ് സംഭവിച്ചു. 1 രൂപയുടെ കുറവ് സംഭവിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് എന്താണ്? 1/2 കിലോഗ്രാം അരി കൂടുതൽ കിട്ടി. അരിയുടെ പഴയ വില 20, വില കുറഞ്ഞ വില 19, പുള്ളിക്ക് അധികമായി കിട്ടിയത് 1/2 കിലോഗ്രാം അരി. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെക്നിക്ക്. 2 ഇക്വേഷൻ. അത് ഇതിനകത്ത് നമ്മൾ ഒത്തിരി വർക്കൊന്നും ചെയ്തിട്ടില്ല. എക്സ് ഇസഡ് ഡിവൈഡ് ബൈ 100y ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഡ്യൂസ്ഡ് പ്രൈസ് കണ്ടുപിടിക്കാം. ഒറിജിനൽ പ്രൈസ് കണ്ടുപിടിക്കാൻ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. എക്സ് ഇസഡ് ഡിവൈഡ് ബൈ 100y അല്ല, അതിന് പകരം എന്താണ്? 100 മൈനസ് എക്സ് ഇൻറ്റു വൈ. ഈ കണക്ക് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ശരിക്കും ഒരു 30 സെക്കൻഡ്സ് ആവശ്യമുള്ളൂ. അതായത് ബാങ്കിൻ്റെ SSCക്കും ഒക്കെ വേണ്ടി വരുന്ന ടൈം ലിമിറ്റിനകത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ടഫ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എന്താണ് നമ്മൾ 30 സെക്കൻഡ്സ് കൊണ്ട് നമ്മളൊരു ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് തീർത്തിരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ടഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇൻ സെക്കൻഡ്സ്. താങ്ക് യു. ഇതോടുകൂടി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ഈ പ്രോബ്ലം നമുക്കിവിടെ അവസാനിക്കും.